ചരിത്രം കുറിച്ചുകൊണ്ടാണ് കേരളം ഇവിടേക്ക് രഞ്ജി ട്രോഫി പൂർത്തിയാക്കി കേരളത്തിലേക്ക് ത്തേക്ക് എത്തുന്നത്. ആ ടീമിന് വലിയ സ്വീകരണം, സമാനതകളില്ലാത്തൊരു സ്വീകരണം തന്നെയാണ് ഈ രാത്രിയിൽ ഈ 11 മണി സമയത്തും ആ ടീമിന് ഒരുക്കിയിരിക്കുന്നത് എന്നുള്ളതാണ്. കാരണം കേരളത്തിനെ സംബന്ധിച്ചിടത്തോളം ഒരു ചരിത്ര നേട്ടമാണ്. ആ രഞ്ജി കിരീടം എന്ന മോഹം നടന്നില്ലെങ്കിൽ പോലും കേരളത്തിനെ സംബന്ധിച്ചിടത്തോളം 89 വർഷം നീണ്ട രഞ്ജി ട്രോഫിയുടെ ചരിത്രത്തിൽ 89 തവണ ആ രഞ്ജി ട്രോഫി നടന്ന ചരിത്രത്തിൽ ആദ്യമായി ഫൈനൽ കളിച്ച ടീമാണ്. നമുക്കറിയാം കേരളത്തിൽ ഏറെ ഉണ്ടായിരുന്നു കേരളത്തിന്റെ ക്രിക്കറ്റിന്, കേരള ക്രിക്കറ്റ് ടീമിന്. ആ പരിമിതികളെയൊക്കെ കാറ്റിൽ പറത്തിക്കൊണ്ട് ഒരൊറ്റ മത്സരം പോലും പരാജയപ്പെടാതെ 10 മത്സരങ്ങൾ കളിച്ചതിൽ ഒരു മത്സരത്തിൽ പോലും തോൽവി അറിയാതെയാണ് കേരളത്തിന്റെ അഭിമാന ടീം ഇവിടേക്ക് ചരിത്രം കുറിച്ച് കടന്നു വരുന്നത്. അതുകൊണ്ട് തന്നെ ആ ടീമിനെ സംബന്ധിച്ചിടത്തോളം KCA ഈ രാത്രിയിലും വലിയ സ്വീകരണം, ആവേശകരമായ സ്വീകരണം ഒരുക്കുന്നു എന്നുള്ളതാണ്. നാസിക് റോളിന്റെ അകമ്പടിയോടുകൂടി സച്ചിൻ ബേബിക്കും സംഘത്തിനും കേരളത്തിന്റെ അഭിമാനം വാനോളം ഉയർത്തി രാജ്യത്തിന് മുൻപിൽ തലയുയർത്തിപ്പിടിച്ച് തിരികെ വന്ന റണ്ണേഴ്സ് അപ്പ് കേരള ടീമിന് ഒരു ചരിത്ര മുഹൂർത്തത്തിന് KCA സാക്ഷ്യം വഹിക്കുന്നു. കേരള ക്രിക്കറ്റ് അസോസിയേഷനെ സംബന്ധിച്ചിടത്തോളം വലിയ ആഹ്ലാദവും വലിയ ആവേശവും ഒക്കെ ഉള്ള മുഹൂർത്തമാണിത്. കാരണം കേരളത്തിനെ സംബന്ധിച്ചിടത്തോളം ഇതിനു മുൻപ് കേരളം ഒരേ ഒരു തവണ മാത്രമായിരുന്നു ഇത്തവണ പോകുന്നതിന് മുമ്പ് സെമി ഫൈനലെങ്കിലും കളിച്ചത്. ഒരിക്കൽ പോലും ഫൈനൽ കളിക്കാൻ പറ്റിയില്ല. ഇതാദ്യമായി 2ാം തവണ സെമി ഫൈനൽ കളിക്കുന്നു. ചരിത്രത്തിൽ ആദ്യമായി ഫൈനൽ കളിക്കുന്നു. ഫൈനലിൽ തുടർച്ചയായി രഞ്ജി ട്രോഫിയിൽ 7 വിജയങ്ങൾ നേടിയ വിദർഭയെ വിറപ്പിച്ചതിന് ശേഷം ആദ്യ ഇന്നിംഗ്സിലെ വളരെ തുച്ഛമായ വെറും 37 റൺസ് ലീഡിന്റെ കരുത്തിൽ മാത്രം വിദർഭയ്ക്ക് ചാമ്പ്യന്മാരാകേണ്ടി വരുന്നു. അപ്പോഴും അടിയറ വയ്ക്കാത്ത പോരാട്ടവീര്യം, അടിയറ വയ്ക്കാത്ത മത്സരവീര്യം ഒക്കെ കാഴ്ചവെച്ചാണ് സച്ചിൻ ബേബിയും സംഘവും ഈ റണ്ണേഴ്സ് അപ്പ് കിരീടവുമായി ഇവിടേക്ക് എത്തുന്നത്.